നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വരുന്ന പടകളെയും കൂട്ടി ഞങ്ങളും തൊഴുതിട്ട് നമസ്കാരം മാഷേ. നമസ്കാരം. മോനെ അരവിന്ദേ, ഇവിടെ ഇരിക്കാം. എവിടെ ഇരിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അവരെല്ലാം എത്തി. നമ്മുടെ ആളുകൾ കാണുന്നില്ലല്ലോ. അതടി കുഞ്ഞോളെ, ഞാനും ആലോചിക്കുന്നു. ഹേമ ഇരിക്ക്. ചാരുലതയല്ലേ വിളിച്ച പരാതി പറഞ്ഞത്? അതെന്താന്ന് കമ്മിറ്റി മുമ്പാകെ ബോധിപ്പിക്ക്. അരവിന്ദേട്ടനും ഈ ഇരിക്കുന്ന ചീഫ് എഞ്ചിനീയർക്കും കല്യാണ നിശ്ചയം നടന്നത് അറിഞ്ഞു കാണുമല്ലോ. ആ നിശ്ചയം ഞങ്ങളുടെ ആരുടെയും ഇഷ്ടത്തോടെയോ സമ്മതത്തോടെയോ ആയിരുന്നില്ല. ബാലമാമനെ നിർബന്ധിച്ചാണ് ജാതകം കൈമാറിയത്. ഇപ്പൊ അരവിന്ദേട്ടന് മറ്റൊരു കല്യാണം ആലോചിക്കുന്നുണ്ട്. അതിന് ഈ നിശ്ചയത്തിന്റെ പേര് പറഞ്ഞ് തടസ്സം നിൽക്കുക. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ നിശ്ചയം ക്യാൻസൽ ചെയ്യണം. അങ്ങനാണോ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഒരു മകന്റെ കാര്യത്തില് അച്ഛനുള്ള അവകാശം പോലെ തന്നെ അമ്മയ്ക്കും ഉണ്ടല്ലോ. അത് വെച്ച് പറയാ, എന്റെ മോൻ അരവിന്ദനും ശ്രേയയുമായിട്ടുള്ള കല്യാണ നിശ്ചയം ആരുടെയും നിർബന്ധ പ്രകാരം അല്ല. ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ സമ്മതിച്ചാ നിശ്ചയം നടത്തിയത്. നിശ്ചയം നടന്നു. ഇനി അത് കല്യാണത്തിലേക്ക് എത്തണം. മാഷിന്റെ അഭിപ്രായം പറഞ്ഞില്ല. ചാരുമോളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. മോള് പറഞ്ഞതാ സത്യം. എന്നെ നിർബന്ധപൂർവം നിശ്ചയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിനവർക്ക് വ്യക്തമായ പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. അതെ, നന്നായി സംസാരിക്കാൻ അറിയാന്ന് വെച്ച് തോന്നിയാസം പറയരുത്. അല്ല, 10 വയസ്സുള്ള കുട്ടിയാണ് നിർബന്ധിച്ച് കെട്ടിക്കാൻ. അല്ല, നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടായിരുന്നെങ്കിലേ ബാലമാമനോട് ഇങ്ങനെ ചോദിക്കില്ല. നിശ്ചയം നടന്നപ്പോ നിങ്ങളും അവിടെ ഉണ്ടായിരുന്നാണല്ലോ. അവിടെ എന്താ നടന്നെന്ന് അറിയില്ലേ? അറിയാമെന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അതെ, കരക്കാരെ വെറുതെ പറഞ്ഞു പറ്റിക്കാൻ നിൽക്കണ്ട. അതെ പ്രസിഡന്റ്, നിശ്ചയത്തിന് ഞാനും ഉണ്ടായിരുന്നു. മാഷിന്റെ പൂർണ്ണ സമ്മതത്തോടെയാ നിശ്ചയം നടന്നത്. അത് കഴിഞ്ഞ് നടന്ന എന്താണെന്ന് അറിയില്ല. ചീഫ് എഞ്ചിനീയർ മേഡത്തെ അപമാനിക്കാൻ വേണ്ടിയാ കരയോഗത്തിന് മുന്നിൽ പുതിയൊരു കഥയുണ്ടാക്കി ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ആരുടെ ശാന്തപ്പ കഥകൾ ഉണ്ടാക്കിയത്? ഞാനാണോ? കള്ളക്കഥ മെനഞ്ഞ് കരയോഗത്തിന് മുന്നിൽ ആളാവേണ്ട ആവശ്യമൊന്നും എനിക്കോ എന്റെ കുടുംബത്തിനോ ഇല്ല. തന്നെ മരുമോളല്ലേ ഈ പ്രശ്നം കരയോഗത്തിന്റെ മുന്നിൽ എത്തിച്ചത്. ശാന്തപ്പെട്ട മതി. നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്? നിശ്ചയം കഴിച്ച ചെക്കനും പെണ്ണുകൂടെ ഉണ്ടല്ലോ, അവരോട് ചോദിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ചീഫ് എഞ്ചിനീയർ മേഡം, നിങ്ങൾക്ക് ഈ കല്യാണത്തിന് സമ്മതമാണോ? അരവിന്ദനെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതമാണ്. ശാന്തപ്പനങ്ങള് പറഞ്ഞതുപോലെ അരവിന്ദന്റെ അച്ഛന്റെ സമ്മതത്തോടെയാണ് നിശ്ചയം നടന്നത്. അരവിന്ദന്റെ വീട്ടില് എന്നോട് ദേഷ്യ അസൂയുള്ള കുറച്ചുപേരുണ്ട്. നിശ്ചയം കഴിഞ്ഞ് അരവിന്ദന്റെ അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയതാ. ചീഫ് എഞ്ചിനീയറായി ഈ നാട്ടിലേക്ക് വന്ന ഞാൻ അരവിന്ദനെ സ്നേഹിച്ചു.
അരവിന്ദന്റെ ഭാര്യ അവൻ ആഗ്രഹിച്ചു. അരവിന്ദന് തിരിച്ച് എന്നെ ഇഷ്ടമായിരുന്നു. അരവിന്ദ് ശരിയാണോ? മോനെ, നിന്റെ മനസ്സിലുള്ളത് തുറന്നങ്ങ് പറ. ഒരു മടിയും വിചാരിക്കണ്ട. അരവിന്ദേ, അമ്മയുടെ ഒരു അപേക്ഷ. നീ നിന്റെ തീരുമാനം പറയുന്നതിന് മുമ്പ് ശ്രേയമോളെ കുറിച്ച് ഒന്ന് ഓർക്ക്. നിന്റെ മുന്നോട്ടുള്ള ജീവിതം ശ്രേയമോള്. മറ്റുള്ളവരുടെ വാക്കും കേട്ട് നീ ഇവളെ വേദനിപ്പിക്കരുത്. എന്താ അരവിന്ദേട്ട ആലോചിക്കുന്നേ? നമ്മളെല്ലാരും തീരുമാനിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്. ഇനിയും കൺഫ്യൂഷൻ എന്താ? ഈ കല്യാണത്തിന് സമ്മതം അല്ല എന്നുള്ള അരവിന്ദേട്ടന്റെ തീരുമാനം പറയും. ഞാൻ പറയാം.